ഗുരുവന്ദനം വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ. അറിവ് പകർന്നു തരുന്ന ഗുരുവിനെ ദൈവീക സങ്കല്പത്തിൽ മനസ്സാ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ നന്ദിയോടെ അനുസരിക്കുന്ന ഒരു തലമുറയാണ് നമുക്കുണ്ടായിരുന്നത്. മൂല്യങ്ങളും ജ്ഞാനസമ്പത്തും പകർന്നു തരുന്ന വ്യക്തി കൂടിയാണ് ഗുരു. ഭാരത് മാതാ തർക്കങ്ങൾക്ക് ശേഷം അടുത്ത ഊഴം എന്തെന്ന് കണ്ടുപിടിക്കുവാനുള്ള ഉത്സാഹത്തിലായിരുന്നു വിദേശ ഇസങ്ങളും പാർട്ടിക്കാരും. കുട്ടികളെ എഴുത്തിനിരുത്തുന്ന കാലം മുതലേ മാതാവും പിതാവും ഗുരുവും ദൈവതുല്യരാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്ന ഒരു പാരമ്പര്യമായിരുന്നു ഭാരതത്തിൽ നിലവിൽ നിന്നിരുന്നത്. അതിൽ നിന്നും ആരും ബഹുമാന്യരല്ല എന്ന് അടിവരയിട്ട് പറയുന്ന ഇസങ്ങളുടെ വികലമായ സ്വഭാവ വൈശിഷ്ട്യത്തിലേക്ക് കേരളത്തിന്റെ യുവത്വത്തിനെ മാറ്റിമറിക്കുവാനുള്ള ബദ്ധപ്പാടിലാണ് രാഷ്ട്രീയ പ്രബുദ്ധരും രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും. അച്ഛനോടും അമ്മയോടും തർക്കുത്തരം പറയുന്ന, എല്ലാം അവകാശത്തിന്റെ പേരിലാണ് എന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞ് പഠിപ്പിച്ച് വഴിതെറ്റിക്കുന്ന പല പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കഞ്ചാവ് മുതൽ MDMA വരെ അവകാശത്തിന്റെ പട്ടികയിലേക്ക് ചേർക്കുന്ന വികലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തിനാണ് എന്ന് സ്വബോധമുള്ളവന് മനസ്സിലാവും. മയക്കുമരുന്നിന്റെ ആലസ്യത്തിൽ സ്വന്തം മാതാവിനോട് വരെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്ന രീതിയിലേക്കാണോ നമ്മുടെ തലമുറ വളർന്നു വരേണ്ടത്? തൻ്റെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഗുരുവിൻ്റെയോ പാദപൂജ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തെ മാത്രമല്ല, അദ്ദേഹത്തിലെ ദൈവീകമായ സർഗചേതനയും ചിന്താശക്തിയെ ഉണർത്തുന്ന അറിവിനെയും നന്മയെയും അത് ഉൾക്കൊള്ളുന്ന ആത്മാവിനെയും അവരിൽ നിന്നും വഴിഞ്ഞൊഴുകുന്ന വാത്സല്യത്തെയുമാണ് നമ്മൾ പ്രണമിക്കുന്നത്. വേദവ്യാസ മഹർഷിയെ മഹാഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് പണ്ടു മുതലേ ഭാരതത്തിൽ ഗുരുപൂജ നടത്തുവാറുണ്ട്. ഇതിനെ വിമർശിക്കുന്ന വൈദേശിക ആദർശങ്ങൾ കാല് ശരീരത്തിലെ ഏറ്റവും മോശം ഭാഗമാണെന്നും അതിൽ പൂജ ചെയ്യുന്നത് അപരാധമാണ് എന്നും ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാവും ഒരുപക്ഷെ കാല് വെട്ടുന്നതും മറ്റും അവർക്ക് ഒരു തെറ്റല്ല എന്ന് തോന്നുന്നത്. ഇപ്പോഴുള്ള യുവജനങ്ങൾക്ക് ചില സംഘടനകൾ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ഏത് പ്രക്രിയയിലൂടെയാണ് ജന്മമെടുത്തതെന്നും ആ ലൈംഗികത എങ്ങനെ ക്യാമ്പസുകളിൽ വരച്ച് പ്രതിഫലിപ്പിക്കണം എന്നുമാണ്. ലൈംഗിക അവയവങ്ങളുടെ ആകൃതിയിൽ സമ്മേളന കവാടങ്ങൾ ഒരുക്കുന്നതും ചുംബന സമരങ്ങൾ നടത്തുന്നതുമാണ് പ്രബുദ്ധത എന്ന് യുവജനങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന നവ ലിബറൽ വാദികളും ഇവിടെയുണ്ട്. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ അവകാശങ്ങൾ മാത്രം ചിന്തിക്കുന്ന സ്വാർത്ഥമോഹികളും തലതെറിച്ചവരുമായ ഒരു തലമുറ ഇവിടെ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭാരതീയ സംസ്കാരത്തിന്റെ പൂർണ്ണമായ തകർച്ചയാണ് ലക്ഷ്യമിടുന്നത്. കുട്ടികളെ അനുസരണശീലമുള്ളവരും മുതിർന്നവരെ ബഹുമാനിക്കുന്നവരുമാക്കിയ പാരമ്പര്യം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അവരുടെ വ്യക്തിജീവിതം നന്മയിലേക്ക് നയിക്കപ്പെട്ടതും അവർ സമരാഭാസങ്ങളുടെ പേരിൽ തങ്ങളുടെ പ്രധാന അധ്യാപികയുടെ ശവക്കുഴി പ്രതീകമായി ഉണ്ടാക്കാതിരുന്നതും ഗുരുനാഥന്മാരുടെ കസേരകൾ തല്ലി തകർക്കാതിരുന്നതും. കാലം കടന്നുപോയപ്പോൾ ലക്ഷ്യബോധമില്ലാത്ത തലമുറ ഇവിടെ വളർന്നു വരണമെന്ന് നിശ്ചയദാർഢ്യമുള്ള ഒരു വൈദേശിക ആദർശം ഈ പൈതൃകം നശിപ്പിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. യാഗാഗ്നിയിൽ നിന്നും ഉയർന്നു വരുന്ന അഗ്നിജ്വാലകളിലെ നിറമായ കാവ്യയെ അധിക്ഷേപിക്കുന്നതും ഭാരതമാതാവിനെ തള്ളിപ്പറയുന്നതും ഗുരുവിനെ ബഹുമാനിക്കുന്നതിനെ പരിഹസിക്കുന്നതും സ്ഥിരം തൊഴിലാക്കിയ ഇത്തരം സാംസ്കാരിക അധപ്പതനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നീതിബോധമുള്ള ഒരു ജനത ഇവിടെ ബാക്കിയുണ്ടെന്നും അവർ മൗനമായി ഇതിനോട് വേണ്ടപ്പോൾ പ്രതികരിക്കുമെന്നുമാണ്. അങ്ങനെ ചിന്തിക്കുവാനുള്ള പ്രാവീണ്യം വിദേശത്ത് പിറവിയെടുത്ത ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തത്തിന് ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം.